ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നേരം പുലരുന്നതേയുള്ളൂ. തൻ്റെ ദിനചര്യയുടെ ഭാഗമായിട്ടുള്ള ഒരല്പ വ്യായാമത്തിന് പുറത്ത് തടസ്സമായി മഴ വില്ലനായി നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. അല്പ വ്യായാമവും അല്പം മിതമായ ഭക്ഷണവുമാണല്ലോ നമ്മുടെ രീതി. എന്നാൽ പുരയ്ക്കകത്ത് തന്നെ ആകട്ടെ ഇന്നത്തെ വ്യായാമം എന്ന് തീരുമാനിച്ച് പുരയ്ക്കകത്തുള്ള കസേരകളൊക്കെ വലിച്ചു മാറ്റി അതിലൂടെ ഒരു 10-20 മിനിറ്റ് വ്യായാമത്തിനായി ഞാൻ പുറപ്പെടുകയാണ്. നമ്മൾ അല്പ വ്യായാമവും മിതമായ ഭക്ഷണവുമാണെങ്കിൽ ജീവിതം ആസ്വാദികരമായിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ചില ദിവസങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഇതിനൊരു മൂഡുണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പല കാരണങ്ങൾ, ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെ തടസ്സമാകാം. എന്നാൽ നമ്മൾ അതിനെയൊന്നും ഗൗനിക്കാതെ അല്പ വ്യായാമത്തിന് ഒരുപാട് ഇടങ്ങളൊന്നും വേണ്ടതില്ല. നമ്മൾക്ക് മനസ്സുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവിടെ പ്രധാനം. എവിടെയാണോ നമ്മൾ അവിടെ ഉള്ള സൗകര്യത്തിൽ നമ്മൾ അത് ചെയ്തു പോകുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഇനി എന്താണ് ചെയ്യുക, മഴയാണല്ലോ എന്ന് വിചാരിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്നത് പോലെ നമ്മൾ ഇരുന്നിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. നമ്മൾ വെറുതെ ജട പിടിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ നേരം വ്യായാമം കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചു ഇനി എന്താണ് ചെയ്യുക. പുറത്ത് മഴ പെയ്തിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളെക്കുറിച്ചും പഴയകാല ജീവിതത്തെക്കുറിച്ചുമൊക്കെ വെറുതെ ഒന്ന് ചുറ്റി നടന്ന് ആലോചിച്ചു. അപ്പോഴും ഒരു സ്വസ്ഥതയുമില്ല. എന്നാൽ അല്പം വായനയിലേക്ക് കടന്നാലോ എന്ന് വിചാരിച്ചപ്പോൾ രാവിലെ തന്നെ വായനയിലേക്ക് കടന്നാൽ ഇന്നത്തെ ദിവസവും പോകും. അല്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അലക്ഷ്യമായി എൻ്റെ മുമ്പിൽ കണ്ട പന്തിനെ തട്ടി ഉരുട്ടി. അങ്ങനെ നോക്കുമ്പോഴാണ് കഥകളിയുടെ രൂപം ചുമരിലിരുന്ന് എന്തൊക്കെയോ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഓണക്കാലം വരികയാണ്. മലയാളത്തിൻ്റെ ഓണക്കാലം കേരളീയർക്ക് പൊതുവിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള കാലഘട്ടമാണല്ലോ. ആ ഓണക്കാലത്തെക്കുറിച്ചും കൊയ്ത്തുപാടത്തെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ വെറുതെ സ്വപ്നം കണ്ടു. കാരണവന്മാരുടെ പണിയായുധങ്ങളുമൊക്കെ ഒരല്പനേരം കണ്ടു നിന്ന് പണ്ടെങ്ങോ 5-8 വർഷങ്ങൾക്ക് മുന്നേ വഴിയോരങ്ങളിൽ നിന്നും പറിച്ച കാട്ടുപൂവിൻ്റെ ഉണങ്ങിയ രൂപങ്ങൾ ഇന്നും അങ്ങനെ തന്നെ ഇരിക്കും. ഫ്ലവർ വേസായിട്ട് ഞാൻ 8 വർഷം മുന്നേ ഊരത്തിൻ്റെ ചെടി പോലെയുള്ള ചെടിയിൽ നിന്ന് പറിച്ച ആ പൂവാണ് ഇന്നും എൻ്റെ ഫ്ലവർ വേസായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. പഴയ കാലത്തെ അരിക്കിലാമ്പ് വിളക്കിൻ്റെ മോഡലിലുള്ള വിളക്കുകളൊക്കെ ഇന്ന് പ്ലാസ്റ്റിക് രൂപത്തിൽ സൗരോർജ്ജ പാളി ഘടിപ്പിച്ചത് നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തു നോക്കിയപ്പോൾ മഴ അല്പം ശമിച്ച മട്ടുണ്ട്. എന്നാൽ ബോറടിക്കേണ്ട, പുതിയ പാന്താവിലേക്ക് ഇറങ്ങാമെന്നുള്ള കണ്ടീഷനിൽ പുറത്തേക്കിറങ്ങി കോഴിയെയൊക്കെ ഒന്ന് അഴിച്ചുവിട്ട് ശാന്തമായ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയാണ്. ഇനി എന്താണ് ചെയ്യുക എന്ന് വ്യസനിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. മഴ മാറി നിൽക്കുന്നു. അപ്പോൾ താറാവിനെയും കോഴികളെയും ഒക്കെ ഒന്ന് അഴിച്ചുവിട്ടാൽ നമുക്ക് ഒരു സന്തോഷവും അവർക്ക് അതൊരു വലിയ അനുഗ്രഹവുമാകുമല്ലോ. അങ്ങനെ ഉള്ള കോഴിയെയും താറാവിനെയും ഒക്കെ കൂട് തുറന്നു വിട്ട് അവരുടെ സഞ്ചാരപാതയൊക്കെ കണ്ടിങ്ങനെ നിന്ന് അത്യാവശ്യം ചില കാര്യങ്ങളുമൊക്കെ ചിന്തിച്ച് കിളികൾക്കും ഒക്കെ തീറ്റ കൊടുക്കാനുള്ള ശ്രമം അങ്ങനെ രാവിലത്തെ പണികൾ തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇനി എന്താണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. നമുക്ക് വീട്ടിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കണം. നമ്മൾ ഇനി എന്ത് എന്ന് ആലോചിച്ചിരുന്ന് ജട പിടിച്ചിരുന്നാൽ നമ്മൾ രോഗിയായി തീരും എന്നുള്ളതിന് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ മുറ്റത്തുള്ള ചെടികളൊക്കെ മഴ നനഞ്ഞ് കുതിർന്ന് വിറച്ച് നിൽക്കുകയാണ്. അവയെയൊക്കെ ഒന്ന് കണ്ട് നമ്മളും അതിനോടൊപ്പം മാനസികമായി സഞ്ചരിച്ച് ഇന്നത്തെ പ്രഭാതം ഊർജ്ജസ്വലമാക്കാൻ ഞാൻ അങ്ങനെ ശ്രമിച്ച് പുതിയ പാന്താവിലേക്ക് തീരുകയാണ്. അങ്ങനെ എന്നെ കണ്ട നിങ്ങൾക്കേവർക്കും ഇന്നത്തെ പ്രഭാതം സന്തോഷമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പച്ചപ്പാണിൻ്റെ സന്തോഷം കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും പുതിയ പ്രഭാതത്തിലേക്കും പുതിയ ദിവസത്തിലേക്കും സന്തോഷത്തോടെ സ്വാഗതം. ഗുഡ് ബൈ.